കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് കോഴിക്കോട് ചേരും. തിരോധാനവുമായി ബന്ധപ്പെട്ട പുതിയ പരാതി കുടുംബം ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറും. ആട്ടൂരിന്റെ മകളും ആക്ഷൻ കമ്മിറ്റിയും ഐജിയെ കണ്ട് പ്രാഥമിക വിവരങ്ങൾ ഇന്നലെ കൈമാറി. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്ന് ക്രൈംബ്രാഞ്ച് IG പി പ്രകാശിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ AU പ്രേമനാണ്, DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നത്. മാത്രവുമല്ല, അവിടുത്തെ SP ഉൾപ്പെടെ ക്രൈംബ്രാഞ്ചിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഈ കേസിന്റെ പുറകിൽ തന്നെയാണ്. കാരണം ഇത് നേരത്തെ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കും. അന്വേഷണ സംഘം ഏറെ ദൂരം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ CBIക്ക് അന്വേഷണം കൈമാറണം എന്നുള്ള നിലയിലുള്ള ഒരു പരാതി വരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും. അതിന്റെ അടിസ്ഥാനത്തിലാണ് CBIക്ക് അന്വേഷണം വിടാൻ വേണ്ടിയുള്ള റിപ്പോർട്ട് നൽകിയത്. പക്ഷേ എന്നാൽ സംസ്ഥാന പോലീസ് മേധാവി അത് ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ചിന്റെ കോഴിക്കോട് യൂണിറ്റാണ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ആദ്യ യോഗമാണ് ഇന്ന് 11:30 മണിക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചേരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. IGP പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് കുടുംബത്തിന്റെ ഈ മൊഴി, പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തിയത്. ഇന്ന് ഈ കുടുംബം വീണ്ടും ഒരു പരാതി ക്രൈംബ്രാഞ്ചിന് വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നൽകുമെന്നാണ് അറിയുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ച് വലിയ രീതിയിലുള്ള അന്വേഷണം, അതായത് ശാസ്ത്രീയമായ അന്വേഷണം, ചില നിർണായക വിവരങ്ങൾ ആട്ടൂരിന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്ഥിരീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. താങ്ക് യു ദീപക് ധർമ്മടം.